ഓക്കെ, അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചത് ക്യാൻഡിൽസുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് സ്ട്രക്ചറുകൾ. ബ്ലാക്കാ. സ്ക്രീൻ ബ്ലാക്ക് ആണോ? വെബ്സൈറ്റിന്റെ അപ്പർ പോർഷൻ കാണാം, ബാക്കി കാണാം. ഇപ്പൊ വിസിബിൾ ആണോ സ്ക്രീൻ? ഓക്കെ ഓക്കെ. ഓക്കെ, ഫൈൻ. സ്ക്രീൻ പോവാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അപ്പോ നമ്മള് ഫസ്റ്റ് നോക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രീവിയസ് സെഷനിൽ നോക്കിയിട്ടുള്ളത് ക്യാൻഡിൽസുകളെ കുറിച്ചിട്ടാണ്. അതായത് ഈ റെഡ് ക്യാൻഡിൽ എന്താണ്, ബ്ലൂ ക്യാൻഡിൽ എന്താണ്, ക്യാൻഡിലിന്റെ സ്ട്രക്ചർ എന്താണ്, ക്യാൻഡിൽസിന്റെ പലതരത്തിലുള്ള ക്യാൻഡിൽസ് പാറ്റേൺസ്. ഓക്കെ, അത് എത്തിയെന്ന് എനിക്കറിയില്ല. അപ്പം കഴിഞ്ഞ സെഷൻ അമലാണ് എടുത്തിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെഷനിൽ എടുക്കാൻ പോകുന്നത് സ്ട്രക്ചറുകളെ കുറിച്ചിട്ടാണ്. നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് സ്ട്രക്ചറാണ് നോർമലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഒന്ന് അപ് ട്രെൻഡ്, ദെൻ ഡൗൺ ട്രെൻഡ്. പിന്നെ എന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ ആണ്. അപ്പൊ ഈ അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് കണ്ടിന്യൂസ് ആയി പോകുന്നതിനാണ് അപ് ട്രെൻഡ് എന്ന് പറയാം. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തോട്ട് വരുന്നതിനാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. നമുക്ക് ഈ രണ്ട് ട്രെൻഡുകളിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശരിക്കും സൂട്ടബിൾ ആയിട്ടുള്ള ട്രേഡ്സുകൾ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അപ് ട്രെൻഡും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡും ഫോം ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരിക്കലും മാർക്കറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരിക്കലും ഒരു മാർക്കറ്റ് പോലും മൂവ് ചെയ്യില്ല. മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഹൈയും ലോസും ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം പ്രൈസ്, അല്ലെങ്കിൽ ഹൈ പ്രൈസ്. ലോ എന്ന് പറഞ്ഞാൽ ലോ പ്രൈസ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യണത് എപ്പോഴും അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോ പ്രൈസിലായിരിക്കും. ഇത് അപ് ട്രെൻഡ് ആണ് ഞാൻ ഡ്രോ ചെയ്യാൻ പോണത്. അപ് ട്രെൻഡ് ലോയിൽ സ്റ്റാർട്ട് ചെയ്തു, ദെൻ ഹൈയിലേക്ക് പോയി, പിന്നെ ലോയിൽ സ്റ്റാർട്ട് ചെയ്ത് ലോയിലേക്ക് വന്നു, വീണ്ടും പിന്നെ ഹൈയിലേക്ക് പോയി, ദെൻ ലോയിലേക്ക് വന്നു, ദെൻ ഹൈയിലേക്ക് പോയി, ദെൻ ലോയിലേക്ക് വന്നു. ഓക്കെ, നോക്കിയേ, ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് ഇപ്പൊ ഒരു 5 അഞ്ചിന്ന് 6ലേക്ക് പോയി, വീണ്ടും ഒരു 5.50 വന്നു, പിന്നെ അവിടെ നിന്ന് 7ലേക്ക് പോയി, പിന്നെ 6.50 വന്നു, പിന്നെ അത് 8ലേക്ക് പോയി. അപ്പോൾ അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും മാർക്കറ്റിൽ അതിന്റെ വാല്യൂ കൂടി 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 പോകണം, അല്ലെ? നമ്മളിപ്പോ 5 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഇവിടെ എത്തിയപ്പോ 8 രൂപയായി. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരിക്കലും 5ന്ന് നേരെ 8ലേക്കല്ല പോണത്. 5, 6, 5.50 വീണ്ടും താന്നു, ദെൻ 5.50 7ലേക്ക് പോയി, 7ന്ന് 6.50 വന്നു, 6.50 8ലേക്ക് പോയി, 8ന്ന് വീണ്ടും 7.50 വന്നു. ഇങ്ങനെയാണ് ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ആവുക. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വേണം ശരിക്കും അപ് ട്രെൻഡിന്. ഓക്കെ, എപ്പോഴും അപ് ട്രെൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഓക്കെ, അതിന് മുന്നേ ഞാനിതൊന്ന് മാർക്ക് ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് ഒരു അപ് ട്രെൻഡ്, പെർഫെക്റ്റ് അപ് ട്രെൻഡ് വരാന്നുള്ളത്. അതിന്റെ ഏറ്റവും താഴെ ഭാഗത്തിന് നമ്മൾ ലോ എന്ന് പറയും. ഓക്കെ, ഏറ്റവും താഴത്തെ ഭാഗത്തിന് ലോ എന്ന് പറയും. ഏറ്റവും മുകളിലെ ഭാഗത്തിന് ഹൈ എന്ന് പറയും. ഏറ്റവും മുകളിലത്തെ ഭാഗത്തിന് ഹൈ എന്ന് പറയും. അതിന്റെ താഴത്തെ ലോനെ, ഈ ലോനെ നമ്മൾ എന്ത് പറയും? ഹയ്യർ ലോ എന്ന് പറയും. ഈ ഹൈന്റെ ലോയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ഹയ്യർ ലോ എന്ന് പറയും. ദെൻ ഇതിന്റെ ഹൈ ആണ് ഇത്, അപ്പൊ നമ്മൾ എന്ത് പറയും? ഹയ്യർ ഹൈ എന്ന് പറയും. ഓക്കെ, ഹയ്യർ ഹൈ എന്ന് പറയും. ദെൻ ഇതിന്റെ ലോ ആണ് ഇത്, പിന്നെ ഹയ്യർ ലോ. ഓക്കെ, വീണ്ടും ഹയ്യർ ഹൈ, ദെൻ വീണ്ടും ഹയർ ലോ. ഫസ്റ്റത്തെ മാത്രമാണ് ലോയും ഹൈയും. ബാക്കി അപ് ട്രെൻഡ് ആണെങ്കിൽ ഹയർ ലോസും ഹയർ ഹൈസും ആണ് വരാം. അതായത് ഈ ഹൈയുടെ മേലെ വേണം ഈ ഹൈ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഹൈയുടെ മേലെ വേണം ഈ ഹൈ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ ലോര മേലെ വേണം ഈ ലോ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ലോര മേലെ വേണം ഈ ലോ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞാൽ മാത്രമാണ് അതിനൊരു പെർഫെക്റ്റ് അപ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ മാർക്കറ്റ് ഡിസോർഡർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ നോട്ട് ചെയ്യുന്ന വേറൊരു പേരും കൂടി ഉണ്ട്, ക്യാരക്ടർ ഓഫ് ചേഞ്ച്. മാർക്കറ്റിന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാന്നൊക്കെയാണ് അതിന് പറയാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് അപ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് അപ് ട്രെൻഡ് എന്ന് പറയാ.
സ്ട്രക്ചറിൽ വരുന്നത് ആദ്യം ലോ, പിന്നെ ഹൈ, പിന്നെ ആ ഹൈയുടെ ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ അതില്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഒന്ന് ജസ്റ്റ് മെസ്സേജ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആണെന്ന് ഇല്ല 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 ക്ലിയർ ആണ്. ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ, ഇതാണ് ഒരു പെർഫെക്റ്റ് അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്കൊരു പെർഫെക്റ്റ് അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു ഒരു ട്രേഡിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു അപ് ട്രെൻഡിലത്തെ നമ്മളൊരു ട്രേഡ് എടുക്കുകയാണ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 5 രൂപയാണ്. ഓക്കെ, വാല്യൂ എന്ന് പറയുന്നത് 5 രൂപയാണ്. ഇതിന്റെ ടോപ്പ് വാല്യൂ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 8 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഇത് ഈ ഒരു സ്ട്രക്ചർ വന്നിട്ടുള്ളത് അതിന്റെ ഈ ഒരു മാർക്കറ്റ് കാണിക്കുന്നത് ഒരു പാനേരെ മാർക്കറ്റ് ആണെന്ന് വിചാരിക്കും. ഒരു പെന്നാണ് ആക്ച്വലി. ഈ ഒരു മാർക്കറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഒരു പെന്നിന്റെ വാല്യൂ ആണ്. ഓക്കെ, നമ്മളിവിടെ ട്രേഡ് ചെയ്യണത് ഒരു പെന്നാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പെന്നിന്റെ ഇവിടുത്തെ റേറ്റ് ഇപ്പോ 2023 ഇപ്പോഴത്തെ ടൈം എത്രയാ? ഓക്കെ, 8:40. വേണ്ട, ഇതിലത്തെ ടൈം നോക്കാം. 21:09 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് 7:09. 7 മണിക്ക് 5 രൂപയാണ് ഇതിന്റെ റേറ്റ്. അപ്പൊ നമ്മള് ഓക്കെ, ഒരു ക്വാണ്ടിറ്റിക്ക് 5 രൂപയാണ് 7 മണിക്ക്. 5 hours ആണ് 7 PM. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു 1000 ക്വാണ്ടിറ്റി വാങ്ങിച്ചു. പർച്ചേസ് ചെയ്തത് എത്ര? 1000 ക്വാണ്ടിറ്റി. പർച്ചേസിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 1000 ക്വാണ്ടിറ്റി നമ്മൾ പെൻ വാങ്ങിച്ചു. ഇത് ആക്ച്വലി നമ്മൾ ട്രേഡിൽ ഒരു ഫിസിക്കൽ ട്രേഡിംഗ് നടത്താമെന്ന് വിചാരിക്കാം. നമ്മൾ എങ്ങനെയാണ് അതിന് പ്രോഫിറ്റ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു 1000 പെന്ന് വാങ്ങിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 രൂപ പേന 1000 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 5000 റുപ്പീസ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ 7 മണിക്ക് സാധനം വാങ്ങിച്ചു. ഒരു 7:30 ആയപ്പോ അതിന് 8 രൂപ പ്രൈസ് വന്നു. 7:30 ആയപ്പോ 8 രൂപ പ്രൈസ് വന്നു. നമ്മുടെ കയ്യിൽ 1000 പെന്നാണുള്ളത്. അങ്ങനെ ഞാൻ 7:30 ആയപ്പോ ഇത് വിറ്റു. അപ്പൊ ഒരു പെന്നിന്റെ റേറ്റ് എന്ന് പറയുന്നത് 8 രൂപയാണ്. ഓക്കെ, അത് 7:30 PM 7:30ക്ക് അതിന് 8 രൂപയായി. നമ്മുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ആയിരുന്നു? 1000 ക്വാണ്ടിറ്റി ആയിരുന്നു. അപ്പോ 1000 ഇൻറ്റു 8 ഈക്വൽ ടു 8000 റുപ്പീസ്. ഓൾറെഡി നമ്മൾ 5000 റുപ്പീസ് ആണ് വെച്ചിട്ടാണ് നമ്മൾ 7 മണിക്ക് അത് വാങ്ങിച്ചത്. 8 മണി ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് സെല് ചെയ്തു. 8000 രൂപയ്ക്ക് സെല് ചെയ്തു. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 3000 റുപ്പീസ്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3000 റുപ്പീസ്. ഇതാണ് ആക്ച്വലി എന്ത് ട്രേഡിങ്, സിമ്പിൾ ആയിട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സാധനം നമ്മൾ ചാർട്ട് നോക്കിയിട്ട് എവിടെ നിന്ന് ബൈ ചെയ്യണം, ഇവിടെ നിന്ന് ഒരു ബൈ ആന്നുള്ളത് നമ്മൾ ചാർട്ട് നോക്കി കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് ഒരു സെല്ലാന്നുള്ളത് നമ്മൾ ചാർട്ട് നോക്കി കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബൈ കയറിയിട്ട് ഈ ഒരു ലെവലിലേക്ക് പോകുന്നുള്ളത് നമ്മൾ ചാർട്ട് നോക്കി കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് ആക്ച്വലി ഒരു അപ് ട്രെൻഡ്. അപ് ട്രെൻഡിന് ലോയും ഹൈയും, ഹയർ ലോയും, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. അതായത് എപ്പോഴും ഹൈസ് എന്ത് ചെയ്യണം? മുന്നേ ഉണ്ടായിട്ടുള്ള ഹൈനെ മേലെ വേണം നെക്സ്റ്റ് ഹൈ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഒരു ഹൈനെ കട്ട് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഹൈ ഫോം ചെയ്യാൻ. ഈ ഒരു ഹൈനെ കട്ട് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഹൈ ഫോം ചെയ്യാൻ. എവിടെയാണോ ഈ ഒരു റൂൾ തെറ്റുന്നത് അവിടെ വെച്ച് മാർക്കറ്റിന്റെ ക്യാരക്ടർ ചേഞ്ച് ആവാണ്. ക്ലിയർ അല്ലേ? ക്ലിയറോ? ഓക്കെ, ഇനി നമുക്കൊരു ഡൗൺ ട്രെൻഡ് നോക്കാം. അപ്പൊ ഡൗൺ ട്രെൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ്. മേലെ നിന്നാണ് സ്റ്റാർട്ട് ആവുക. ഓക്കെ, ദെൻ ഇങ്ങനെയാണ് ഒരു ഡൗൺ ട്രെൻഡ് പോവുക. ഡൗൺ ട്രെൻഡിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം ഹൈ ആണ്. ഏറ്റവും ആദ്യത്തെ സ്ട്രക്ചർ നമുക്കറിയില്ല. അപ്പൊ ഹൈ ആണ്, പിന്നെ ലോ ആണ് വന്നിട്ടുള്ളത്. ഈ ഹൈയുടെ താഴെയാണ് ഈ ഹൈ കട്ട് ചെയ്തത്. അപ്പോൾ ഇത് ലോവർ ഹൈ ആണ്. നേരത്തെ ഹയർ ഹൈ, ഇവിടെ ലോവർ ഹൈ. ഇനി ഇത് നോക്കിയേ, ലോവർ അടിയിലാണ് വീണ്ടും ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ലോവർ ലോ. ഇവിടെ ലോവർ ഹൈ വീണ്ടും വരും. ഇത് ലോവർ ലോ,
സിമ്പിൾ ആണ് കേട്ടാ. ലോവർ ഹൈ, മറ്റേതിൽ ഹയർ ഹൈ ആണ്, അതായത് ഹൈയുടെ മേലെ ഹൈ കട്ട് ചെയ്തു, ഇവിടെ ലോവർ താഴെയാണ് വീണ്ടും ലോ കട്ട് ചെയ്യണത്. അപ്പോൾ ലോവർ ലോ, ലോവർ ഹൈ, വീണ്ടും ഇവിടെ ഒരു ലോവർ ലോ. ഓക്കെ, അതായത് ഇനി ഇവിടെ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ പ്രൈസ് ഏറ്റവും മേലെയുള്ളത് ഏതാ? 10 രൂപയാണ്, താഴെ 5 രൂപയാണ്. ഓക്കെ, അപ്പോ മാർക്കറ്റിൽ നമ്മൾ ഇവിടുത്തെ, അതായത് നമുക്ക് ഇപ്പം സെല്ലിങ്ങിൽ ഒരു ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എങ്ങനെ സെല് ചെയ്ത് പൈസ ഉണ്ടാക്കണം, നമ്മൾ അതിനെ ഒന്നും പൈസ ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് പേരുണ്ട്, എ എന്ന് പറയുന്ന ആള്, ബി എന്ന് പറയുന്ന ആള്. എ എന്ന് പറയുന്ന ആള് 10 രൂപയ്ക്ക് 7:30 ഈ സാധനം വാങ്ങിക്കാൻ പോവായിരുന്നു, 7:30 ഈ സാധനം വാങ്ങിക്കാൻ പോവായിരുന്നു. അപ്പം നമ്മളുടെ ഒരാൾ പറയാണ് ഇപ്പൊ വാങ്ങിക്കണ്ട, അത് കറക്റ്റ് ഒരു ഓക്കെ 8:18 ആവുമ്പോൾ ഈ സാധനം 5 രൂപയാവും, നേർ പകുതി പ്രൈസ് ആവും, അപ്പൊ നിങ്ങൾ ഇപ്പൊ വാങ്ങിക്കണ്ട. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഓക്കെ, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ എന്തായാലും 10 രൂപയ്ക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സാധനമാണ് ഇത്. ഓ 8:30 ആവുമ്പോ, 8:30 ആവുമ്പോ ഇതിന്റെ റേറ്റ്, 8:30 അല്ല 9:30 ആവുമ്പോൾ ഇതിന്റെ റേറ്റ് നേർ പകുതി 5 രൂപയ്ക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലാഭം എടുക്കാം. ഓക്കെ, അതിപ്പോ ഞാനിപ്പോ 10 രൂപയ്ക്ക് വാങ്ങിക്കാൻ പോവാണ്, എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറയാണ് ഒരു അരമണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്യേ, 5 രൂപയ്ക്ക് സാധനം കിട്ടും. അപ്പൊ ഞാൻ ഫ്രണ്ടിന് ഓഫർ കൊടുക്കാണ്, ഒരു കാര്യം ചെയ്യേ, 5 രൂപ എനിക്ക് വേണ്ട, 5 രൂപ ലാഭം ഉണ്ടെങ്കിൽ നീ എടുത്തോ, അതിന് കൂടാണെങ്കിൽ നീ എനിക്ക് ആ നഷ്ടം തരണം. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ ഫ്രണ്ട് 10 രൂപ വരെ 1000 ക്വാണ്ടിറ്റി സാധനങ്ങളാണ് വാങ്ങിക്കാൻ വന്നത്. ഓക്കെ, 1000 ക്വാണ്ടിറ്റി സാധനങ്ങളാണ് വാങ്ങിക്കാൻ വന്നത്. അപ്പൊ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഓക്കെ, 10,000 രൂപയാണ്. പക്ഷെ ഏകദേശം ഒരു അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോ ഇതിന്റെ റേറ്റ് എത്രയായി? 5ആയി. അതായത് 1000 ഈക്വൽ ടു 1000 ഈക്വൽ ടു 5000 രൂപ. 5000 രൂപയായി. അപ്പൊ ഇവിടെ ഏകദേശം 5000 രൂപ വരെ ലാഭം ഇൻഡയറക്റ്റ്ലി ആർക്ക് കിട്ടി? ആ ഒരു കസ്റ്റമറിന് കിട്ടണ്ടായിരുന്നു. പക്ഷെ അയാൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ പറഞ്ഞ കാരണം എനിക്കാണ് ആ ലാഭം കിട്ടാന്നുള്ളത്. അപ്പോൾ ഈ 5000 രൂപ, ആ ലാഭം വന്ന 5000 രൂപ നമുക്ക് തന്നെ കിട്ടും. അതാണ് ആക്ച്വലി സെല്ല് ചെയ്യുമ്പോൾ പൈസ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലാഭം കിട്ടുന്നത്. അത് ആക്ച്വലി നമ്മുടെ ബ്രോക്കർ ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്. അത് ആക്ച്വലി ഒരു കോൺട്രാക്ട് ടൈപ്പ് ആണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഹയർ ഹൈയും ഹയർ ലോ എന്നും പറയുന്നത്. ആക്ച്വലി നമ്മൾ എന്തൊരു ചെറിയൊരു സെഷൻ മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സെഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ സ്ട്രക്ചർ വരാൻ, എങ്ങനെ നമുക്ക് ഇതിലൊരു ട്രേഡ് പോസിബിലിറ്റി എടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോ, ദെൻ ഒരു ഹൈ ഫോമായി, ദെൻ ഒരു ഹയർ ലോ ഫോമായി. ഈ ലോ വരെ മേലെയാണ് ഈ ലോ വന്നിട്ടുള്ളത്, അപ്പോൾ ഹയർ ലോ. ഈ ഹൈയുടെ മേലെയാണ് ഈ ഹൈ വന്നിട്ടുള്ളത്, അപ്പോൾ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. എപ്പോഴും ഇതിങ്ങനെ ഹയർ ഹൈ അടിച്ചു പോവില്ല. ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇതിന്റെ ഈ ഒരു റൂള് ബ്രേക്ക് ആവും. അങ്ങനെ അവസാനം ഒരു ഹയർ ഹൈ വന്നു, ദെൻ ഒരു ഹയർ ലോ വന്നു, പിന്നെ ഒരു ഹയർ ഹൈ വന്നില്ല, അതിന് പകരം താഴെ ആണ് ആ ഹൈ ഫോം ആയത്. ഈ ഹൈനെ കട്ട് ചെയ്തില്ല, ഈ ഹൈ ഇവിടെ ഫോം ആയി, ആൻഡ് ഓൾസോ ലോനെ കട്ട് ചെയ്ത് ഈ ലോ താഴത്തേക്ക് വന്നു. വിച്ച് മീൻസ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് അതിന്റെ അപ് ട്രെൻഡ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിന്റെ ക്യാരക്ടർ കാണിക്കുന്നത്. ദെൻ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ്, അതായത് ഈ ഹൈയുടെ താഴെ ഈ ഹൈ ഫോം ആയി, ദെൻ ഇങ്ങനെ വന്നു. ഓക്കെ, ഇങ്ങനെ വന്നു, ദെൻ ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഇവിടെ വീണ്ടും അത് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ മേലേക്ക് പോകും, അപ് ട്രെൻഡ് ആവും. ഇനി അതിന്റെ ഇടയിൽ ഒരു സാധനം കൂടി ഉണ്ട്, കൺസോൾട്ടേഷൻ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ഇത് നമുക്ക് ഏറ്റവും അവോയ്ഡ് ചെയ്യേണ്ട മാർക്കറ്റാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മെയിൻലി സ്ട്രക്ചർ വരാം. ഓക്കെ, അതായത് ഒന്നുകൂടി നിങ്ങൾ നോക്കാം, നമുക്കൊന്നുകൂടി പഠിക്കാം. ഫസ്റ്റ് ലോ വരും, ദെൻ ഹൈ വരും. ഈ ലോയുടെ മേലെയാണ് ഈ ലോ വന്നിട്ടുള്ളത്, അപ്പൊ അതുകൊണ്ട് അത് ഹയർ ലോ. ഈ ഹൈയുടെ മേലെയാണ് ഈ ഹൈ വന്നിട്ടുള്ളത്, സോ ഇത് ഹയർ ഹൈ, വീണ്ടും ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഇപ്പോഴും ഹയർ ലോ തന്നെയാണ്, ഹയർ ലോ. പക്ഷെ ഇവിടെ എത്തിയപ്പോ കളി മാറി. ഇവിടെ വന്നപ്പോ ഈ ഹയർ താഴെയാണ് ഇത് വന്നത്, അപ്പോ ലോവർ ഹൈ,
ഈ ലോവർ താഴെയാണ് ഈ ലോ വന്നിട്ടുള്ളത്. ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ദെൻ വീണ്ടും ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. പക്ഷെ ഈ ഹൈയുടെ മേലെയാണ് ഈ ഹൈ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഹയർ ഹൈ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്യുക. മാർക്കറ്റിൽ ഏറ്റവും ആദ്യം ഇതേപോലെ മാർക്ക് ചെയ്യുക. വീണ്ടും ഹയർ ലോ, ഈ ലോവർ മേലെയാണ്. പ്രീവിയസ് ലോ നോക്കാം, അല്ല പ്രീവിയസ് ഹൈ നോക്കാം. വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ ഹയർ ലോ, ദെൻ വീണ്ടും ലോവർ ഹൈ. ഇവിടെ വരുമ്പോ കളി മാറി. ഇവിടെ നമുക്ക് ലോയും ഇല്ല ഹൈയും ഇല്ല ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഇതൊക്കെ കണ്ട ഒരേ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഈക്വൽ ഹൈ ആൻഡ് ഈക്വൽ ലോ. ഈ ഒരു സ്ട്രക്ചർ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏതായിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ഏത് തരം ട്രേഡ് ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, നിഫ്റ്റി ആയിക്കോട്ടെ, ഈ ഒരു സ്ട്രക്ചറിലല്ലാതെ നിങ്ങൾക്ക് ഒരു രീതിയിലും മാർക്കറ്റ് കാണാൻ പറ്റില്ല. ഈ ഒരു കണ്ടീഷനിൽ മാത്രമാണ് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ക്ലിയർ ക്ലിയർ ആണ്. ഓക്കെ, നമുക്കപ്പോ ഇവിടെയാണ് എങ്ങനെയാണ് ട്രേഡ് എടുക്കാൻ പറ്റുക എന്ന് നോക്കാം. ഇതിൽ ഒരു ട്രേഡിംഗ് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചായിട്ട് പഠിച്ചാൽ മതി. നമ്മുടെ അപ് ട്രെൻഡ് ആണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. അപ് ട്രെൻഡ് നമ്മൾ എങ്ങനെ നോക്കിയേ? അപ് ട്രെൻഡ് ഫോം ആയി ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ദെൻ ഇവിടെ വെച്ചിട്ട് അത് ബ്രേക്ക് ആയി, ഇവിടെ വെച്ചിട്ട് അത് ബ്രേക്ക് ആയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിന് ട്രെൻഡ് ലൈൻ എന്നാണ് പറയാം. ഇതിന്റെ ലോകളിലൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ഇത് ശരിക്കും ഒരു പ്രോപ്പർ ലോ ഇങ്ങനെ വരും. ഓക്കെ, ഇതിന് ആക്ച്വലി നമ്മൾ ലിക്വിഡിറ്റി എന്നാണ് പറയാം. നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ചു. ഈ ട്രെൻഡ് ലൈൻ വരച്ചിട്ട് നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ അത് ബ്രേക്ക് ചെയ്തു. ഈ ലോനെ ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വന്നിട്ട് ഇവിടെ ഫോം ചെയ്തു. ദെൻ ഇവിടെ ഒരു ഹൈ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഹൈയില്, അതായത് ഇപ്പൊ ഒരു ഹൈ ഇവിടെ ഫോം ആയി എന്ന് വിചാരിക്കാം. ഈ ഹൈയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഒരു സെല്ല് കൊടുക്കാം. ഇവിടെ നിന്ന് ഞാൻ റിയൽ മാർക്കറ്റിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു സാമ്പിൾ ഞാൻ ഇപ്പൊ കാണിച്ചു തന്നുള്ള റിയൽ മാർക്കറ്റിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സെല്ല് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഹൈ ഫോം ആകുമ്പോൾ ആ ഹൈ ഒരിക്കലും മറ്റേ കട്ട് ചെയ്യാൻ പാടില്ല. ഹൈ ഫോം ആയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഒരു സെല്ല് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഒരു രീതിയിൽ ഇപ്പൊ ട്രെൻഡ് ലൈൻ എന്നാണ് പറയാ. അതായത് ഇങ്ങനെ നമ്മൾ നോക്കിയ ഈ ഒരു ലൈൻ എവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവണോ അവിടെ ഒന്നല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ട്രേഡ് കൊടുക്കാം. അത് ആക്ച്വലി ബിഗിനേഴ്സ് ആണ് ചെയ്യുക. എപ്പോഴും മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും? തിരിച്ചു വരും. അത് വന്നിട്ടാണ് റീട്രേസ്മെന്റ് എന്നാണ് പറയാ. ആ ഒരു ലൈനിലേക്ക് തന്നെ വീണ്ടും വരും. എന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ ഒരു ട്രേഡ് എൻട്രി കൊടുക്കേണ്ടത്. ഒരിക്കലും അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകൾ നമ്മൾ എടുക്കാൻ പാടില്ല. മോസ്റ്റ് ഓഫ് ദ കേസിൽ നിങ്ങൾ യൂട്യൂബിലത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ലോസ് ആവാനുള്ള റീസൺ ഇതാണ്, അഗ്രസീവ് എൻട്രീസ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്യുക, ചോദിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യരുത്, മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കേട്ടോ. ഓക്കെ, ഈ ലാസ്റ്റിലെ അഗ്രസീവ് എൻട്രി മനസ്സിലായില്ല. അല്ല, അഗ്രസീവ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പൊ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ലൈൻ നമ്മൾ വരച്ചു. ഈ ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നപ്പോൾ തന്നെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ മേ ബി മാർക്കറ്റ് റിവേഴ്സ് ആവാം, റിവേഴ്സ് ആയി പോവാം, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. എപ്പോഴും കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ തന്നെ ഡൗൺ ആവണമെന്നില്ല. ഒരു റീട്രേസ്മെന്റ് ഉണ്ടായിരിക്കും, തിരിച്ച് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ തിരിച്ച് മാർക്കറ്റ് എന്തായാലും കയറും. ആ കയറുമ്പോൾ ഒരു പെർഫെക്റ്റ് എൻട്രി നമ്മൾ ഫിബ് എന്ന് പറഞ്ഞ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പെർഫെക്റ്റ് എൻട്രീസ് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ റീട്രേസ്മെന്റിൽ വരുമ്പോൾ അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. ഒരിക്കലും ഈ ഒരു പൊസിഷനിൽ എടുക്കരുത്. ഈ ഒരു പൊസിഷനിൽ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പൊ ഇത്രയും കയറി കഴിഞ്ഞാൽ നമ്മൾ ലോസിലാവുമെന്ന് വിചാരിച്ച് നമ്മൾ പേടിച്ച് ക്ലോസ് ചെയ്യും. അതിന് പകരം ഒരു ഡബിൾ കൺഫർമേഷൻ എടുത്തതിന് മാത്രം അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അവിടെ ട്രേഡ് പ്ലേസ് ചെയ്യാം.
ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗ് ലീവ് ചെയ്യാം. നാളെ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഒരു ലിങ്ക് ഇട്ട് തരാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ആ അക്കൗണ്ടിൽ നിങ്ങൾ ട്രേഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നാളെ നമുക്ക് ആ ഒരു ബ്രോക്കർ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ട്രേഡുകൾ എടുത്ത് തുടങ്ങാം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മെത്തഡ്, ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ ട്രെൻഡ് ലൈൻ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു പെർഫെക്റ്റ് എൻട്രി എടുക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നാളെ പഠിക്കാം. മാത്രമല്ല വരും സെക്ഷനിൽ കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തഡുകളും പഠിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്.